നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ 47ാമത് വാർഷിക ദിന ആചരണങ്ങൾ ഇറാനിൽ നടക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ 1979 ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം സ്ഥാപിതമായത് ആയത്തുള്ള അലി ഖൊമേനിയുടെ നേതൃത്വത്തിൽ. അതിനുശേഷം 47 വർഷങ്ങൾ കടന്നുപോയി. അതിൻ്റെ ആഘോഷ പരിപാടികൾ ഇറാനിൽ നടക്കുകയാണ്. ഇപ്പോൾ ആ ആഘോഷ പരിപാടികൾക്കിടയിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ ഉണ്ടായ 13 ദിവസത്തെ യുദ്ധത്തിനിടയിൽ, അതായത് ജൂൺ 13 ആരംഭിച്ച് അതിനുശേഷം 13 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനിടയിൽ ഇറാൻ ഇസ്രായേലിൻ്റെതായി വെടിവെച്ചിട്ട ഡ്രോണുകളുടെ പ്രദർശനം നടക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. നേരത്തെയും ഇസ്രായേലിൻ്റെ വളരെ അത്യന്താധുനികമായ ഡ്രോണുകൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വെടിവെച്ചിട്ടു എന്ന അവകാശവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് ശക്തമായ ജീവിക്കുന്ന തെളിവുകളുമായി ഇറാൻ മുന്നോട്ട് വരികയാണ്. അവരുടെ വിപ്ലവത്തിൻ്റെ അഥവാ ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ 47ാം വാർഷിക ദിന ആചരണങ്ങളുടെ വേളയിൽ ഇറാൻ അതുമായി ബന്ധപ്പെട്ട പ്രദർശനം സംഘടിപ്പിക്കുന്നു. അതിൻ്റെ വീഡിയോകളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങളിലും യൂട്യൂബിലും ഒക്കെ ലഭ്യമാകുന്നു എന്ന ഒരു വസ്തുത ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇറാനെതിരെയുള്ള ഈ ആക്രമണത്തിന് ഇസ്രായേൽ വിളിച്ച പേര് റൈസിംഗ് ലയൻ എന്നായിരുന്നു. പക്ഷേ നമ്മൾക്കറിയാവുന്നതുപോലെ ഈ അവസാനം അത് ഈ റൈസിംഗ് ലയൻ ക്രൈയിങ് ലയനായി മാറി. അവസാനം ഇസ്രായേൽ അമേരിക്കയുടെ കാല് പിടിച്ച അമ്മാവ എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് നിർത്തിത്തരൂ എന്ന് പറയുന്ന അവസ്ഥയിലായി. അമ്മാവ രക്ഷിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലായി. അങ്ങനെ അമേരിക്ക പ്രതീകാത്മകമായി ഇറാനെ ആക്രമിച്ചു. എന്നിട്ട് ഇറാനോട് പറഞ്ഞു പ്രതീകാത്മകമായി തിരിച്ചൊന്ന് ആക്രമിച്ചു. അങ്ങനെ ആക്രമിച്ചു. അവസാനം നീ എന്നെ ആക്രമിച്ചു, ഞാൻ നിന്നെ ആക്രമിച്ചു, അവസാനം യുദ്ധം നിർത്താം എന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടു ചെന്നെത്തി. അവസാനം യുദ്ധം നിർത്തി. അതാണ് വാസ്തവം. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഇറാൻ്റെ ഒരു പാർലമെൻറ്റ് അംഗം അദ്ദേഹം ആരോപിക്കുന്നത് ഇപ്പോഴും അമേരിക്ക ഒരു ഇടനിലക്കാരൻ വഴി ഇറാനി അതിർത്തിയെതിരെ ബന്ധപ്പെട്ടു എന്നാണ്. അതായത് നേരത്തെ ഉണ്ടായതുപോലെ പ്രതീകാത്മകമായി ആക്രമണം. അമേരിക്ക ഇറാൻ്റെ 1-2 സ്ഥലങ്ങൾ ആക്രമിക്കും. തിരിച്ച് പ്രതീകാത്മകമായി നേരത്തെ അറിയിച്ചുകൊണ്ട് ഇറാൻ അമേരിക്കയുടെ 1-2 സ്ഥലങ്ങൾ ആക്രമിക്കണം. അങ്ങനെ ഈ യുദ്ധം രമ്യമായി പരിഹരിക്കണം എന്നൊരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായതായി ഇറാൻ്റെ ഒരു പാർലമെൻറ്റ് അംഗം കഴിഞ്ഞ ദിവസം ആരോപിച്ചിരിക്കുന്നതായി ചില മാധ്യമങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ അതിന് സ്ഥിരീകരണമില്ലാത്തതുകൊണ്ടാണ് ഞാനത് അടിവരയിട്ട് പറയാത്തത്. പക്ഷേ ഇറാൻ ആ നിർദ്ദേശം തള്ളിക്കളഞ്ഞു എന്ന ആ വസ്തുതയും ആ പാർലമെൻറ്റ് അംഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്കതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. മറ്റൊന്ന്, ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യയിലേക്ക് മറ്റൊരു എയർക്രാഫ്റ്റ് അയക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്ന വസ്തുതയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, വ്യാഴാഴ്ച അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി അമേരിക്കയിൽ നിന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ച് ടെല്ലവീവിലെത്തും. വെള്ളിയാഴ്ച അദ്ദേഹം എത്തും. വ്യാഴാഴ്ച യാത്ര തിരിച്ചാൽ വെള്ളിയാഴ്ച എത്തും. പക്ഷേ അതിനുശേഷം അദ്ദേഹം തൻ്റെ രാജ്യത്തെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തും എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഒരുപക്ഷെ അമേരിക്കയിലെത്തിയ അദ്ദേഹം ഒറ്റയ്ക്ക്, അതായത് ഇപ്പോൾ അമേരിക്ക വിമുഖത പ്രകടിപ്പിക്കുകയാണ് ഇറാനെ ആക്രമിക്കുവാൻ. കാരണം പ്രത്യേകിച്ചും അമേരിക്കയുടെ ആ മേഖലയിലെ സുഹൃത്തുക്കൾ തങ്ങളുടെ ഭൂമി ഇറാനെ ആക്രമിക്കുവാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ പിന്നോക്കം നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേൽ ഒറ്റയ്ക്ക് സ്വന്തം നിലയ്ക്ക് ഇറാനെ ആക്രമിക്കുവാനുള്ള പദ്ധതികളാണോ ചർച്ച ചെയ്തത് അമേരിക്കയുമായിട്ട് എന്ന ഒരു അഭ്യൂഹം പരക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, തിരിച്ചെത്തിയുന്ന ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ രാജ്യത്തെ ഉയർന്ന സൈനിക നേതാവുമായിട്ട് ചർച്ച നടത്തുന്നതാണ്. നേരത്തെയും അങ്ങനെയായിരുന്നു. കാരണം നേരത്തെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ആശയവിനിമയം ഉണ്ടാകുന്നത് ആ മേഖലയിലെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നു എന്നതിൻ്റെ സൂചനയായി തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത്. മറ്റൊന്ന്, അമേരിക്കയുടെ പ്രതിനിധി അസർബൈജാനും അർമേനിയയും സന്ദർശിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. JD വാൻസാണ് ഇറാൻ്റെ സമീപസ്ഥ രാജ്യങ്ങളായ അസർബൈജാനും അർമേനിയയും സന്ദർശിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെ ഒരു രാജ്യവും ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ അമേരിക്കയുമായി സഹകരിക്കില്ല എന്നുറപ്പായ സ്ഥിതിക്ക് ഇറാനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഇറാൻ്റെ സമീപസ്ഥ രാജ്യങ്ങളുമായിട്ട് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിൽ തങ്ങളുടെ ഭൂമിയോ സൈനിക താവളങ്ങളോ ഒക്കെ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി അനുവദിക്കുക എന്നൊരു ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണോ അമേരിക്കൻ പ്രസിഡന്റ് പ്രതിനിധി അവിടെ പോയത് എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് അസർബൈജാനും അർമേനിയും ഒക്കെ നേരത്തെ ശത്രു രാജ്യങ്ങളായിരുന്നു. അമേരിക്ക ഇടപെട്ട് ഏകദേശമൊക്കെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ചില വാർത്തകൾ കൂടി പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും അമേരിക്കയും ഇസ്രായേലും ഇറാനെ ലക്ഷ്യമിട്ട് തന്നെ നീങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തം. ആ മേഖലയിൽ കൂടുതൽ സഖ്യങ്ങളെ അല്ലെങ്കിൽ കൂടുതൽ രാജ്യങ്ങളെ ഇറാന് എതിരെ യുദ്ധം ചെയ്യുവാനുള്ള
സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി സമീപിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പക്ഷേ എന്തായാലും അസർബൈജാനും അർമേനിയയും എത്രത്തോളം ഇതിനോട് സഹകരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇറാൻ്റെ ഒരു പ്രഹരശേഷി വളരെ വ്യക്തമായി തന്നെ അറിയാവുന്ന രാജ്യങ്ങളാണിത്. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും ടെഹ്റാനുമായിട്ട് വളരെ സമീപസ്ഥമായ രാജ്യങ്ങളാണ്. ഇറാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനുമായിട്ട് വളരെ സമീപസ്ഥ രാജ്യങ്ങളാണെന്ന പ്രത്യേകത നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ചൈനയുടെ ടൈപ്പ് C-055 എന്ന ആൻറ്റിഷിപ്പ് മിസൈൽ വാഹിനി കപ്പൽ അതും ഹോർമൂസ് ദ്വീപിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ വിശകലനം ചെയ്തതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷം പോലെയല്ല ഈ അവസരത്തിൽ കൂടുതൽ കാര്യക്ഷമമായി ചൈനയും റഷ്യയും വടക്കൻ കൊറിയയും ഒക്കെ ഇറാനുമായി ചേർന്ന് നിൽക്കുന്നു എന്നൊരു വസ്തുത ചർച്ച ചെയ്യേണ്ടതാണ്. ഈ ടൈപ്പ് 055 എന്ന് പറയുന്ന ആൻറ്റിഷിപ്പ് മിസൈലിൻ്റെ ഹോർമൂസ് ദ്വീപിലേക്കുള്ള വരവും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ ഡയറക്റ്റായിട്ട്, അതായത് ഇറാനും അമേരിക്കയും ഇസ്രായേലും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാലും ഒരുപക്ഷെ ചൈനയുടെ ഈ ഷിപ്പിൻ്റെയൊക്കെ ഡയറക്റ്റായിട്ടുള്ളൊരു സഹായം ഇറാൻ ഉണ്ടായില്ലെങ്കിൽ പോലും ഇറാന് സാങ്കേതിക സഹായങ്ങൾ ഇത്തരം ഷിപ്പുകളിൽ നിന്നുണ്ടാകും. റഡാറുകളൊക്കെ അവർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകും എന്ന കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല. മറ്റൊന്ന്, നേരത്തെ തന്നെ വടക്കൻ കൊറിയയുടെ ചില സാങ്കേതിക വിദഗ്ധരൊക്കെ ഇറാനിൽ വന്നിട്ടുള്ളതായ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാർഗോ വിമാനങ്ങൾ ചൈനയുടേത് ടെഹ്റാനിലെത്തിയതായ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അത് വ്യോമ ഗതാഗതം അതിലെ നിയന്ത്രിച്ചിരുന്നതിന് ശേഷമാണ് ഇറാൻ അവിടേക്ക് ഈ കാർഗോ വിമാനങ്ങൾ വരുത്തിയത് എന്ന രീതിയിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. അതിൽ യുദ്ധത്തിന് വേണ്ടിയുള്ള ഫണ്ടും ആയുധങ്ങളും ആണ് എന്ന രീതിയിൽ ചർച്ചകളുണ്ടായിരുന്നു. അതായത് കൂടുതൽ കാര്യക്ഷമമായ റഷ്യയും ചൈനയും വടക്കൻ കൊറിയയും ഈ അവസരത്തിൽ ഇറാനോടൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തം. നേരത്തെ വെനിസ്വേലയിൽ സംഭവിച്ചതുപോലെ ഒരു ഏകപക്ഷീയമായ കാര്യങ്ങളൊന്നും നടത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് മടങ്ങിപ്പോകുവാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഏറ്റവും വ്യക്തമായ കാര്യം. കാരണം റഷ്യയ്ക്കും ചൈനയ്ക്കും അവരുടെ ഒരു പവർ ലോകത്തെ കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. റഷ്യയെ സംബന്ധിച്ച് പഴയ USSR നിലനിന്ന സമയത്ത് റഷ്യയ്ക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു നിയന്ത്രണമുണ്ടായിരുന്നു, ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു. അന്ന് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചുറ്റുമാണ് ലോകം തിരിഞ്ഞത്. രണ്ടു രാജ്യങ്ങളുടെയും പിറകിലായിരുന്നു രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം USSRൻ്റെ നാശത്തിന് ശേഷം റഷ്യയ്ക്ക് ആ പഴയ പ്രതാപം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ റഷ്യൻ പ്രസിഡന്റ് ആ പ്രതാപം തിരിച്ചു കൊണ്ടുവരുവാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം അത് അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ്. അതിനുള്ള ചില അവസരങ്ങളാണ് ഈ ഇറാൻ ഇസ്രായേൽ പ്രശ്നങ്ങൾക്കിടയിലൊക്കെ അദ്ദേഹം കാണുന്നത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സ്പഷ്ടമായ ഒരുപക്ഷെ റഷ്യ ഇറാനോടൊപ്പം നീങ്ങിയേക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഡയറക്റ്റായിട്ടുള്ള ഒരു ഫൈറ്റിന് ഒപ്പം നിന്നില്ല എങ്കിലും അവരുടെ സാങ്കേതികതയും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഇറാൻ ഉപകാരപ്രദമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.